ഇപ്പോഴും ബഹുഭൂരിപക്ഷം മരണങ്ങൾ നടക്കുന്നത് വാക്സിൻ എടുക്കാത്തവരിൽ തന്നെയാണ്. പക്ഷെ നോക്കുക, നമ്മുടെ നാട്ടിൽ പട്ടി കടിച്ചതിന് ശേഷം വാക്സിൻ എടുക്കാനുള്ളൊരു സാധ്യത നോക്കുമ്പോൾ ഒരു 99% പേരും വാക്സിൻ എടുക്കുന്നുണ്ട്. വാക്സിൻ എടുക്കാതെ പോകുന്ന ബാക്കി 1%-ത്തിലാണ് ഇപ്പോഴും ബഹുഭൂരിപക്ഷം മരണങ്ങൾ നടക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം, നമുക്ക് പൊതുവിൽ വാക്സിൻ എടുക്കുന്നതോടുകൂടി 100% സംരക്ഷണം നമുക്ക് കിട്ടും എന്നൊരു വിശ്വാസം നമുക്കുണ്ട്. പക്ഷേ വാക്സിൻ എടുത്തിട്ടുള്ള ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ട് അതാണ് ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമാകുന്നത്. അല്ലാതെ വാക്സിൻ എടുക്കുന്നവർക്ക് മരണം കൂടുതലല്ല. 99% പേര് വാക്സിൻ എടുക്കുന്ന ഒരു സമൂഹത്തിൽ വാക്സിനേറ്റ് ചെയ്യുന്ന ആൾക്കാരിലും അപൂർവമായിട്ട് മരണങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് തോന്നുന്നു. ഒന്ന്, ഈ പേവിഷബാധ 100% നമുക്ക് വാക്സിനേഷനിലൂടെ തടയാൻ കഴിയില്ല. പൊതുസമൂഹത്തോട് നമ്മൾ 100% എന്ന് പറഞ്ഞാലും അപൂർവമായിട്ടുള്ള ചില സാധ്യതകളിൽ വാക്സിൻ എടുക്കുന്ന ആളുകളിൽ പോലും മരണം സംഭവിക്കും. കാരണം വാക്സിൻ, പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്പുകളെ പറ്റി ഒരു പൊതുധാരണ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 2 തരം കുത്തിവയ്പ്പുകളാണ് നമ്മൾ കൊടുക്കുക. അതിലൊന്നാണ് നമ്മൾ വാക്സിൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കുത്തിവയ്പ്പിന് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നാണ് പറയുക. ഈ വാക്സിൻ പ്രവർത്തിക്കാൻ ഏതാണ്ട് ഒരാഴ്ച സമയമെടുക്കും. അത് 14-ാമത്തെ ദിവസമെങ്കിലും ആൻറ്റിബോഡി ആവശ്യത്തിനുണ്ടാകണം എന്നാണ് പറയുന്നത്. അതായത് ഒരാൾക്ക് വാക്സിൻ സ്വീകരിച്ച് 14-ാമത്തെ ദിവസത്തിൽ അയാൾക്ക് ശരീരത്തിന് പ്രതിരോധ ശക്തിക്ക് ആവശ്യമായിട്ടുള്ള ആൻറ്റിബോഡി ഉണ്ടെങ്കിൽ വാക്സിൻ പ്രവർത്തിക്കുന്നു എന്നാണ് അർത്ഥം. പക്ഷേ ഈ 14 ദിവസം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ചില അപൂർവ സമയങ്ങളിൽ വൈറസ് അതിനേക്കാൾ വേഗത്തിൽ നമ്മുടെ തലച്ചോറിനെ ബാധിക്കാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ നാഡീഞരമ്പുകളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാനായിട്ട് വാക്സിന് കഴിയില്ല. അതായത് കടിയേറ്റ് കുറച്ച് സമയം വാക്സിന് വേണം. നമ്മൾ കുത്തിവെച്ച് കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശക്തി ഉൽപ്പാദിപ്പിക്കുന്ന അത്രയും സമയം വാക്സിന് വേണം. ആ സമയം നമുക്ക് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ കുത്തിവെക്കുന്നത്. അല്ലെങ്കിൽ ആ ഭാഗം സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകണം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഈ മരണങ്ങൾ, ഇപ്പോൾ വാക്സിനേറ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ മരണങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഏതാണ്ട് ഒരു 14-15 ദിവസം, അല്ലെങ്കിൽ പരമാവധി ഒരു 25 ദിവസത്തിനുള്ളിൽ അവർ രോഗികളായിട്ട് മാറി എന്നുള്ളതാണ്. സാധാരണഗതിയിൽ പേവിഷബാധയ്ക്ക് രോഗികളായിട്ട് മാറുന്നതിന് ശരാശരി എടുക്കുന്ന സമയം 3 മാസമാണ്. പലപ്പോഴും വളരെ നീണ്ടു നിന്ന് കുറേ കാലത്തിന് ശേഷമായിരിക്കും ആൾക്ക് പേവിഷബാധ വരുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ നോക്കൂ, അങ്ങനെയല്ല, വളരെ വേഗത്തിലാണ്. അതിൻ്റെ അർത്ഥം വാക്സിൻ പ്രവർത്തിച്ചു കഴിഞ്ഞിട്ട് വാക്സിൻ വൈറസിനെ നിർവീര്യമാക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ അതിനേക്കാൾ വേഗത്തിൽ വൈറസ് ബ്രെയിനെ ബാധിക്കുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ വേഗത്തിൽ വാക്സിന് പ്രവർത്തിക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ഏതൊക്കെ അവസരത്തിലാണ് ഈ വൈറസ് ബ്രെയിനെ ബാധിക്കാനുള്ള സാധ്യത. ഒന്ന്, ഈ കടിക്കുന്ന സമയത്ത് കടിച്ച സ്ഥലത്ത് ഒരുപാട് വൈറസ് ഉണ്ട്. ആ വൈറസിനെ നമുക്ക് പെട്ടെന്ന് കഴുകിക്കളയാൻ നമുക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അവിടെയാണ് പട്ടി കടിയേറ്റ് കഴിഞ്ഞാൽ ഉടനെ സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകാൻ പറയുന്നത്. ആ വൈറസിൻ്റെ ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ വാക്സിന് കുറച്ച് സമയം കിട്ടും. രണ്ടാമത്തെ കാര്യം ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സ്ഥലത്ത് തന്നെ ഇമ്മ്യൂണോഗ്ലോബുലിൻ കുത്തിവയ്ക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്താൽ പോലും അപൂർവമായിട്ട് ചില അവസരങ്ങളിൽ ഈ വൈറസ് നെർവിലേക്ക്, നാഡീഞരമ്പിലേക്ക് നേരിട്ടെത്തിയാൽ, ഇപ്പോൾ പട്ടി കടിക്കുന്ന സമയത്ത് പട്ടിയുടെ പല്ല് അല്ലെങ്കിൽ ഉമിനീര് നമ്മുടെ ശരീരത്തിലുള്ള ഒരു നെർവുമായിട്ടൊരു കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ വാക്സിനോ ഇമ്മ്യൂണോഗ്ലോബുലിനോ പ്രവർത്തിക്കണമെന്നില്ല. അത്തരത്തിലുള്ള സമയം ഉണ്ടാകും. പക്ഷേ വാക്സിൻ എടുത്ത ആളുകളിൽ മരണം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ 1-2 കാര്യങ്ങൾ നോക്കണം. അതിലൊന്ന്, ഈ പറഞ്ഞതുപോലെ ഈ നെർവിലേക്കുള്ള നേരിട്ടുള്ള കടിയായിരിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ കടിയേറ്റ് കഴിഞ്ഞ് ഉടനെ അത് നമ്മൾ കഴുകിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ വൈറസ് ഉണ്ടാകാം. അവിടെയും സാധ്യത, ഇപ്പം നമ്മൾ കുത്തിവയ്പ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ വാക്സിൻ അല്ല പ്രശ്നം, ഇമ്മ്യൂണോഗ്ലോബുലിൻ ശരിയായിട്ട് നൽകിയിട്ടുണ്ടോ, ഇമ്മ്യൂണോഗ്ലോബുലിൻ ശരിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളതിനാണ് കൂടുതൽ പ്രാധാന്യം. കാരണം വാക്സിൻ പ്രവർത്തിക്കുന്നില്ലായിരുന്നെങ്കിൽ മരണങ്ങൾ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുള്ള മരണങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകണമായിരുന്നു. നമ്മുടെ നാട്ടിൽ പട്ടികടിയേറ്റ് കാലങ്ങൾക്ക് ശേഷം വാക്സിൻ എടുത്തിട്ടുള്ള ഒരാൾ മരിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം വാക്സിൻ പ്രവർത്തിച്ചു തുടങ്ങിയതിന് ശേഷം വാക്സിൻ പൂർണ്ണമായിട്ട് ആളുകളെ സംരക്ഷിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വാക്സിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന ഈ ഒരു തർക്കവും ഈ ഒരു ഇതൊന്നും സംശയത്തിനൊന്നും ഇടയില്ല. സംശയിക്കാമെങ്കിൽ തന്നെ ഇമ്മ്യൂണോഗ്ലോബുലിനെയാണ് നമ്മൾ സത്യത്തെ നോക്കേണ്ടത്. കാരണം പെട്ടെന്ന് മരണം ഉണ്ടാകുന്നു എന്നുള്ളതുകൊണ്ട്. പക്ഷേ മിക്കവാറും ഈ നാഡീഞരമ്പുകളിൽ ഏൽക്കുന്ന കടി നേരിട്ട് രോഗത്തിലേക്ക് നയിക്കുന്നതാകാനാണ് സാധ്യത. ഈ പേവിഷബാധയ്ക്കെതിരെ നമുക്ക് മനുഷ്യർക്ക് പ്രതിരോധ ശക്തി ഒന്നും തന്നെ ഇല്ല. അതും ഈ മുതിർന്നവർക്കും ഇല്ല, കുട്ടികൾക്കും ഇല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് മനുഷ്യൻ്റെ വൈറസേ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മനുഷ്യരിൽ പ്രതിരോധ ശക്തി കുട്ടികൾക്കും മുതിർന്നവർക്കും സാധാരണഗതിയിൽ നാച്ചുറലായിട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ പ്രതിരോധ ശക്തി ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും സമയത്ത് നമ്മൾ പട്ടി കടിച്ചൊരു വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ താങ്കൾ തന്നെ താങ്കളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു തവണ റേബീസിനെതിരെ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഭാഗികമായിട്ട് താങ്കൾക്കൊരു പ്രതിരോധ ശക്തി ഉണ്ടാകും. ആ പ്രതിരോധ ശക്തി ഉണർത്താൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പ്രതിരോധ ശക്തിക്ക് ഒരു കമ്പോണൻ്റ് ഉണ്ട്. നമ്മുടെ മുതിർന്ന ആളുകളിൽ പലരും
ഒരുപാട് കാലം ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് തന്നെ പലതവണ പട്ടി കടിച്ചിട്ടുണ്ടാവും. അതിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്ക് നേരത്തെ വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്കൊരു പ്രതിരോധ ശക്തി ഉണ്ടാവും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും ആദ്യമായിട്ടായിരിക്കും നായകടി ഏൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നേരത്തെ വാക്സിൻ സ്വീകരിച്ചിട്ടില്ല, അതുകൊണ്ട് പ്രതിരോധ ശക്തി കുറവായിരിക്കും. പക്ഷേ പ്രതിരോധ ശക്തിയെക്കാളും കൂടുതൽ കുട്ടികൾക്ക് മുഖത്തൊക്കെ കടിയേൽക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം അവരുടെ സൈസ് കുറവായതുകൊണ്ട് ഒരു തെരുവുപട്ടി ഓടി വരുന്ന സമയത്ത് അത് കാലിൽ കടിക്കുന്നതിന് പകരം മുഖത്തും ദേഹത്തും കയ്യിലും ഒക്കെ കടിക്കാനുള്ള സാധ്യത ഒരു കുഞ്ഞിന് കൂടുതലാണ്. എന്ന് മാത്രമല്ല, തെരുവുപട്ടികൾ ഈ പേപ്പട്ടികളാണ് കൂടുതൽ മുഖത്ത് കടിക്കുക. പട്ടികൾ പൊതുവെ കാലിലാണ് കടിക്കുക. നമ്മളിപ്പോൾ ഒരു പട്ടിയെ നമ്മൾ കണ്ടാൽ പട്ടി അക്രമാസക്തമായാലും പട്ടി എപ്പോഴും കാരണം പട്ടിക്ക് ഹൈറ്റ് കുറവുള്ളൊരു ജീവിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ കാലുകളെയാണ് ലക്ഷ്യം വയ്ക്കുക. ഒരാളുടെ ദേഹത്ത് ചാടിക്കയറി അയാളുടെ മുഖത്ത് ഈ പട്ടി കടിക്കണമെങ്കിൽ ആ പട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടെന്നുള്ളതാണ്. അത് സാധാരണ പട്ടിയല്ല. അങ്ങനെയുള്ള, അതായത് മുഖത്തേൽക്കുന്ന കടികൾ പേപ്പട്ടിയുടേതാകാനുള്ള സാധ്യത കൂടുതലാണ്. മുഖത്ത് കടിയേൽക്കാനുള്ള സാധ്യത ഒരു കുഞ്ഞിന് കൂടുതലാണ്. എന്ന് മാത്രമല്ല, മുഖത്ത് കടിയേൽക്കുന്ന സമയത്ത് അല്ലെ കൈകളിൽ കടിയേൽക്കുന്ന സമയത്ത് അവിടെ ധാരാളം നാഡീഞരമ്പുകളുണ്ട്. നേരിട്ട് ഒരു നാഡീഞരമ്പിൽ കടിയേൽക്കാനുള്ള സാധ്യത കാലുകളിൽ കടിക്കുന്നതിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിൽ പല സാധ്യതകൾ ഒരുമിച്ച് വരുന്നതുകൊണ്ടാണ് ഈ മൃഗങ്ങളേറ്റ് കടിച്ചിട്ടുള്ള മരണങ്ങൾ കുട്ടികൾക്ക് കൂടുതലുണ്ടാകാനുള്ള കാരണം. നമ്മുടെ മനുഷ്യരെ ഈ രോഗത്തിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ തൊലിയാണ്. നമ്മുടെ തൊലി പൊട്ടിയിട്ടില്ലെങ്കിൽ, നിങ്ങളിപ്പോൾ പേവിഷബാധ ഉള്ള അല്ലെങ്കിൽ പേവിഷത്തിൻ്റെ വൈറസിനെ വളർത്തിയ ഒരു ലായനിയിൽ നിങ്ങൾ കൈയിട്ട് വെച്ചാൽ പോലും നിങ്ങൾക്ക് പേവിഷബാധ വരില്ല. കാരണം ഹ്യൂമൻ സ്കിന്നിനെ പിയേഴ്സ് ചെയ്ത് പൊട്ടാത്ത ഒരു തൊലിക്കകത്തുകൂടെ ഈ വൈറസിന് കടക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നായ കടിച്ചൊരു കുട്ടിയെ നമ്മൾ വഴിയിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ വലിയ മുറിവാണ്. ആ മുറിവിലെ പരമാവധി വൈറസിനെ ഒഴുക്കിക്കളയുക അല്ലെങ്കിൽ കഴുകിക്കളയുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതായതുകൊണ്ട് നമ്മുടെ കൈകൾ ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. ഒരു ഗ്ലൗസ് തൊട്ടടുത്ത മെഡിക്കൽ സ്റ്റോറിൽ അങ്ങനെ കിട്ടുമെങ്കിൽ അത് ഉപയോഗിച്ചോളൂ. ഗ്ലൗസ് ഉപയോഗിക്കാൻ പറയുന്നത് പേവിഷബാധ പകരും എന്നുള്ളതുകൊണ്ടല്ല, രക്തത്തിലൂടെ പകരുന്ന മറ്റ് പല രോഗങ്ങളും ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അല്ലാതെ പേവിഷബാധ പകരില്ല. നന്നായിട്ട് ആ കുട്ടിക്ക് ആ ഭാഗം നന്നായിട്ട് കഴുകി കൊടുക്കണം. കാരണം ഒരല്പം വേദനിക്കുന്നുണ്ടാവും. വലിയ മുറിവുകൾ കഴുകാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. നമുക്കും ഒരല്പം മനസ്സിന് ബുദ്ധിമുട്ടാണ്. വലിയൊരു മുറിവ്, കുഞ്ഞു കരയുന്നു. പക്ഷെ എങ്കിൽ പോലും അതിന് ജീവന് വിലയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മുറിവ് കൃത്യമായിട്ട് സോപ്പും വെള്ളവും ഉപയോഗിച്ച്, വേറെ ഒരു വസ്തു ഉപയോഗിക്കേണ്ട, സോപ്പിന് ഈ വൈറസിനെ നിർവീര്യമാക്കാനുള്ള സവിശേഷമായിട്ടുള്ളൊരു ശേഷിയുണ്ട്. ഈ വൈറസിൻ്റെ പുറം പാളിയിലുള്ള കൊഴുപ്പിനെ പൂർണ്ണമായിട്ടും സോപ്പ് അലിയിച്ച് കളയുകയും വൈറസിനെ ഇല്ലാതെയാക്കുകയും ചെയ്യും. സോപ്പ് ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം ഈ വൈറസ് കോശങ്ങളിൽ കടന്നുകൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വൈറസിനെ ഒഴുക്കിക്കളയും. കോശങ്ങളിൽ കടന്നുകൂടിയിരിക്കുന്ന വൈറസിനെ കൂടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൻ്റെ മുകളിൽ ഇമ്മ്യൂണോഗ്ലോബുലിനും കൂടി എടുക്കുന്നത്. ഇത് നമ്മുടെ നാഡീഞരമ്പുകളിലുള്ളിലേക്ക് വൈറസ് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതായത് ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഒരു തീപിടുത്തം ഉണ്ടാവുന്നു, തൊട്ടടുത്തുള്ള ഒരു പടക്കക്കടയ്ക്ക് തീ പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത്രയും പെട്ടെന്ന് ആ തീയുടെ മുകളിൽ വെള്ളം ഒഴിച്ച് അണയ്ക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗത്തിലൂടെ അത് ഈ പറഞ്ഞ വലിയ അപകടത്തിലേക്ക് കടക്കുന്നത് തടയുകയോ ചെയ്യാൻ സോപ്പിനും വെള്ളത്തിനും ആണ് പെട്ടെന്ന് കഴിയുക. കാരണം നമ്മൾ ആ സോപ്പും വെള്ളം ഉപയോഗിക്കാതെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ പോലും ആശുപത്രിയിൽ എത്തുന്ന അരമണിക്കൂറിനുള്ളിൽ ചിലപ്പോൾ വൈറസ് ഈ പറഞ്ഞ നെർവ് ഫൈബറിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ പോകുന്നത് കാര്യമാക്കണ്ട, ആശുപത്രിയിൽ അത് കഴിഞ്ഞ് കൊണ്ടുപോയാൽ മതി. പക്ഷേ ആദ്യത്തെ 15 മുതൽ 20 വരെ മിനിറ്റുകൾ സോപ്പും വെള്ളം ഉപയോഗിച്ച് ഒഴുകുന്ന വെള്ളത്തിൽ നന്നായിട്ട് കഴുകുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യം. മിക്ക പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും വാക്സിനേഷൻ സൗകര്യമുണ്ട്. പക്ഷേ ഇല്ലാത്തത് ഇമ്മ്യൂണോഗ്ലോബുലിനാണ്. അപ്പോൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ മിക്കവാറും താലൂക്ക് ആശുപത്രികളിൽ മാത്രമേ കാണുള്ളൂ. പക്ഷേ അത് നമുക്ക് PHCകളിൽ കൊണ്ട് ഇമ്മ്യൂണോഗ്ലോബുലിൻ സൂക്ഷിക്കുന്നതിലും ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. കാരണം വാക്സിൻ എന്ന് പറയുന്നത് ഇപ്പോൾ പല പത്രമാധ്യമങ്ങളിലും വന്നത് തെറ്റാണ്. ഈ വാക്സിൻ അത്ര വേഗത്തിൽ അങ്ങനെ ചീത്തയായി പോകുന്ന, ഒരു ടെമ്പറേച്ചറിൽ നിന്ന് ഒരു മണിക്കൂർ കറണ്ട് പോയി കഴിഞ്ഞാൽ അങ്ങ് പൊട്ടൻസി പോകുന്ന വാക്സിൻ അല്ല. റേബീസ് വാക്സിൻ അല്ല. കാരണം അങ്ങനെ ഒരു വാക്സിൻ ആയിരുന്നെങ്കിൽ കുഞ്ഞുങ്ങളുടെ വാക്സിൻ സൂക്ഷിക്കുന്നത് പോലെ തന്നെ ഐസ്ലൈൻഡ് റെഫ്രിജറേറ്റർ എന്ന് പേരുള്ള സ്പെഷ്യൽ റെഫ്രിജറേറ്ററിൽ നമ്മളിത് സൂക്ഷിക്കുമായിരുന്നു. നമ്മുടെ നാട്ടിൽ മെഡിക്കൽ സ്റ്റോറുകളിൽ പോലും ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന വാക്സിനാണ് റേബീസ് വാക്സിൻ. നിങ്ങൾക്ക് വേണമെങ്കിലും പണം കൊടുത്ത് തൊട്ടടുത്ത മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങാവുന്ന ഒരു വാക്സിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കോൾഡ് ചെയിൻ അത്ര പ്രാധാന്യമുള്ളതല്ല കാരണം വാക്സിൻ നമ്മളതൊരു പൊടിയായിട്ടാണ് കിട്ടുക. അതിൻ്റെ കൂടെ തന്നെ റീകോൺസ്റ്റിറ്റ്യൂട്ടിങ് സൊല്യൂഷൻ കാണും. കുത്തുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മളത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് സൊല്യൂഷനും പൊടിയുമായിട്ട് മിക്സ് ചെയ്യുന്നത് ആളുകൾക്ക് വാക്സിൻ എടുക്കുന്നതിന് മുമ്പാണ്. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് കാലം പിറ്റേ ദിവസത്തേക്കൊന്നും വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് വാക്സിൻ സേഫാണ്. പക്ഷേ ഇമ്മ്യൂണോഗ്ലോബുലിൻ അത് ലിക്വിഡ് ഫോമിലാണ് വരിക.
അത് നമ്മൾ കൃത്യമായിട്ട് ശീതീകരിച്ച് തന്നെ കുറച്ചുകൂടെ കാര്യമായിട്ട് ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ കാര്യത്തിൽ നോക്കണം. പലപ്പോഴും നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ കീപ്പ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് താലൂക്ക് ആശുപത്രികളിലൊക്കെ വെച്ചിരിക്കുന്നത്. പക്ഷേ വളരെ അടുത്ത് തന്നെ, വളരെ വേഗത്തിൽ തന്നെ ഇമ്മ്യൂണോഗ്ലോബുലിൻ കിട്ടേണ്ടി വരുന്നു എന്നുള്ളതുകൊണ്ട് അപൂർവമായിട്ടെങ്കിലും ഈ ട്രാൻസിറ്റ് ടൈം കുറച്ചൊരു പ്രശ്നമാവുന്നുണ്ട്. കടി കിട്ടുന്നതിന് തൊട്ടടുത്തുള്ളൊരു ഒരു ആശുപത്രിയിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഇപ്പോഴും ഉണ്ട്. പക്ഷേ എങ്കിലും സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകുന്നതിലൂടെ അപകടം പരമാവധി കുറയ്ക്കാനായിട്ട് നമുക്ക് കഴിയും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.